24 ന്യൂസ് ചാനൽ റിപ്പോർട്ടറെ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ഭീഷണിപ്പെടുത്തിയോ? ആരോപണവുമായി 24 റിപ്പോർട്ടർ അലക്സ് റാം മോഹൻ. പ്രതികരിച്ച സുരേഷ് ഗോപി ഫാൻസ്. പ്രതിഷേധിച്ച് തിരുവനന്തപുരം പ്രസ് ക്ലബ്ബ്. സുരേഷ് ഗോപിയുടെ വിവാദ വഖഫ് കിരാത പരാമർശത്തിൽ പ്രതികരണം തേടിയപ്പോൾ 24 ന്യൂസ് റിപ്പോർട്ടർ അലക്സ് റാം മോഹനെ വിളിച്ചുവരുത്തി കാണിച്ചു തരാം എന്ന ധാർഷ്ട്യത്തോടെ സംസാരിച്ചുവെന്നാണ് ആക്ഷേപം. തിരുവനന്തപുരത്ത് ഒരു സ്വകാര്യ പരിപാടിയിൽ പങ്കെടുക്കാനെത്തിയപ്പോഴാണ് വഖഫ് വിവാദ പരാമർശത്തിൽ മാധ്യമങ്ങൾ പ്രതികരണം ആരാഞ്ഞത്. കേന്ദ്രമന്ത്രി പരിശോധിക്കാമെന്ന് പറയുന്നതല്ലാതെ ഒന്നും വിശദീകരിക്കാൻ തയ്യാറായില്ല. എന്നാൽ പിന്നീട് ചോദ്യം ചോദിച്ച മാധ്യമപ്രവർത്തകരെ ഒറ്റയ്ക്ക് വിളിച്ച് ആക്ഷേപിച്ചു എന്നാണ് ഇപ്പോൾ ഉയരുന്ന ആരോപണം. 24 റിപ്പോർട്ടർ അലക്സ് റാം മോഹൻ പറയുന്നത് ഇങ്ങനെ: കെ മുരളീധരന്റെ ഇന്നത്തെ പ്രസ്താവനയും AK ബാലന്റെ പ്രസ്താവനയും സംബന്ധിച്ച ചോദ്യങ്ങൾ ചോദിച്ചു. ആദ്യഘട്ടത്തിൽ അദ്ദേഹം ഒന്നും മിണ്ടാൻ തയ്യാറായില്ല. വഖഫ് പരാമർശം പോലീസ് പരിശോധിക്കുമെന്ന AK ബാലന്റെ പരാമർശത്തെക്കുറിച്ച് ചോദിച്ചപ്പോൾ അദ്ദേഹവും ഞാനും മുഖാമുഖം വന്നു. പരിശോധിക്കട്ടെ എന്ന് മുഖത്തു നോക്കി പറഞ്ഞുകൊണ്ട് അദ്ദേഹം കടന്നുപോയി. അത് കഴിഞ്ഞ് അദ്ദേഹം മുകളിലെത്തിയ ശേഷം എന്നെ പ്രത്യേകം വിളിപ്പിച്ച് അകത്തേക്ക് കൊണ്ടുപോയി. അദ്ദേഹത്തോടൊപ്പം സ്വകാര്യ പരിപാടിയിൽ പങ്കെടുക്കാനെത്തിയ ആളുകളും അദ്ദേഹത്തിന്റെ ഗൺമാനും ഉണ്ടായിരുന്നു. നിങ്ങൾ ഞാൻ നടത്തിയ പ്രസംഗം കേട്ടോ എന്നാണ് സുരേഷ് ഗോപി എന്നോട് ചോദിച്ചത്. പ്രസംഗം കേട്ടുവെന്നും ആ പ്രസംഗം മറ്റു രാഷ്ട്രീയ കക്ഷികളിൽ ഉണ്ടാക്കിയ അനുരണനങ്ങളെക്കുറിച്ചാണ് ചോദിച്ചതെന്നും മറുപടി പറഞ്ഞു. എനിക്ക് പറയാൻ സൗകര്യമില്ല എന്ന മറുപടിയാണ് സുരേഷ് ഗോപി നൽകിയത്. അങ്ങയ്ക്ക് ഇത് മാധ്യമങ്ങൾക്ക് മുന്നിൽ പറയാമായിരുന്നല്ലോ എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് സൗകര്യമില്ല എന്നായിരുന്നു മറുപടി. പാർലമെന്റിൽ കാണിച്ചു തരാമെന്ന സ്ഥിരം വാചകവും പറഞ്ഞു. ഭീഷണിയാണെങ്കിൽ വഴങ്ങാൻ തയ്യാറല്ല എന്ന് വിനയപൂർവ്വം അദ്ദേഹത്തെ അറിയിച്ചു. അങ്ങയെപ്പോലെ ഒരാളിൽ നിന്നും ഇങ്ങനൊരു പ്രതികരണം പ്രതീക്ഷിക്കുന്നില്ലെന്നും ഇങ്ങനെ മാറ്റി നിർത്തി എന്തിനാണ് ഹാർഷായി പെരുമാറുന്നതെന്നും ചോദിച്ചു. അപ്പോൾ അദ്ദേഹം പറഞ്ഞത് പ്രതികരിക്കാൻ സൗകര്യമില്ല എന്നാണ്. കേന്ദ്രമന്ത്രിയുമായി സംസാരിക്കവേ അദ്ദേഹത്തിന്റെ ഗൺമാൻ മൊബൈൽ സംഭാഷണം പകർത്താൻ ശ്രമിച്ചെന്നും റിപ്പോർട്ടർ അലക്സ് റാം മോഹൻ ആരോപിച്ചു. അതേസമയം 24 ന്യൂസിന്റെ വാർത്തയ്ക്ക് താഴെ സുരേഷ് ഗോപിയെ അനുകൂലിച്ചുള്ള കമന്റുകളാണ് കൂടുതൽ വന്നത്. പാർലമെന്റിൽ കാണിച്ചു തരാം എന്ന് പറഞ്ഞത് എങ്ങനെയാണ് ഭീഷണിയാകുന്നതെന്ന് പറയാമോ എന്നാണ് ചിലർ ചോദിച്ചത്. അതിന് റിപ്പോർട്ടറെ ഭീഷണിപ്പെടുത്തിയെന്നൊക്കെ പറഞ്ഞ് സ്വയം അപഹാസ്യരാകുകയല്ലേ എന്നും കമന്റ് ബോക്സിൽ കുറിച്ചവരുണ്ട്. എന്തിനാ ഇങ്ങനെ പുറകെ നടന്ന് ചൊറിയുന്നുവെന്നും കടക്ക് പുറത്ത് എന്ന് പറഞ്ഞില്ലല്ലോ, അകത്തേക്ക് വിളിക്കുകയല്ലേ ചെയ്തതെന്നും ഇതെങ്ങനെ ഭീഷണിയാകുമെന്നും സുരേഷ് ഗോപി ഫാൻസ് പ്രതികരിച്ചിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞതിൽ വ്യക്തിപരമായ എന്ത് ഭീഷണിയാണുള്ളത്? ഇതൊക്കെ കേട്ടാൽ പത്രപ്രവർത്തകർ പേടിക്കുമോ? കുറെ കാലമായല്ലോ സുരേഷ് ഗോപിയുടെ പിന്നാലെ കൂടിയിട്ട്, മതിയാക്കാറായില്ലേ? നിങ്ങൾ എത്ര കണ്ട് പിന്തുടരുന്നുവോ അതിനനുസരിച്ച് പൊതുജന സമൂഹത്തിൽ അദ്ദേഹത്തിന്റെ ഗ്രാഫ് ഉയരുകയേ ചെയ്തിട്ടുള്ളൂ. നിങ്ങൾ ഇത് നിർത്തരുത്, തുടർന്നുകൊണ്ടേയിരിക്കണം. തൃശൂരിൽ അദ്ദേഹം വിജയിച്ച പാർലമെന്റിൽ പോയത് നിങ്ങൾക്കൊന്നും ഇപ്പോഴും സഹിക്കാൻ കഴിയുന്നില്ല. എന്ത് ചെയ്യാനാണ്? തൃശൂരിലെ ജനങ്ങൾ വോട്ട് ചെയ്തു പോയില്ലേ? ഇങ്ങനെ പോകുന്നു കമന്റുകൾ. പാർലമെന്റിൽ കാണിച്ചു തരാം എന്ന് പറയുന്നത് ഭീഷണിയല്ലല്ലോ. ഈ കാണിക്കുന്നതിന്റെ പകുതി ആവേശം പിണറായിയോട് കാണിക്കാൻ എന്തേ പറ്റാത്തത് എന്നും ചോദ്യമുയർന്നിട്ടുണ്ട്. അതേസമയം കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി മാധ്യമപ്രവർത്തകരെ ആക്ഷേപിക്കുന്നത് അവസാനിപ്പിക്കണമെന്ന് തിരുവനന്തപുരം പ്രസ് ക്ലബ്ബ് ആവശ്യപ്പെട്ടു. 24 ന്യൂസ് റിപ്പോർട്ടർ അലക്സ് റാം മോഹനെ മുറിയിലേക്ക് വിളിച്ചു വരുത്തി അധിക്ഷേപിച്ചതിൽ സുരേഷ് ഗോപി മാപ്പ് പറയണം. ചോദ്യത്തിന് ഉത്തരം നൽകാൻ സൗകര്യമില്ലെന്ന മാധ്യമപ്രവർത്തകനെ പ്രത്യേകം വിളിച്ചു വരുത്തി പറയുന്നത് മാധ്യമ സ്വാതന്ത്ര്യത്തിന് നേരെയുള്ള കടന്നുകയറ്റവും അവഹേളനവുമാണ്. ഇത്തരം പ്രവർത്തികൾ തിരുത്താൻ തയ്യാറായില്ലെങ്കിൽ ശക്തമായ പ്രതിഷേധം സംഘടിപ്പിക്കുമെന്ന് പ്രസ് ക്ലബ്ബ് പ്രസിഡന്റ് PR പ്രവീണും സെക്രട്ടറി M രാധാകൃഷ്ണനും അറിയിച്ചു.